ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മെട്രിക്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇനി നമ്മൾ ആ മെട്രിക്സസ് എക്സാം ഇന്ന് ഉണ്ടായിരിക്കും. 8 മണിക്ക്, കൃത്യം 8 മണിക്ക് തന്നെയായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ആ ഒരു എക്സാം എടുക്കും കേട്ടോ. അപ്പം തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. 6 മാർക്ക് ഷുവറായിട്ടും കിട്ടുന്ന, നേടിത്തരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം പറയണേ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഈ പാറ്റേണിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഒന്ന്, ഇങ്ങനെ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും. ഒന്നെങ്കിൽ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് എന്ന് പറഞ്ഞിട്ട് തരും. അതുപോലെ കൺസ്ട്രൈൻസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. നമുക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് വരും? തടസ്സങ്ങൾ ഉണ്ടാവും അല്ലേ? ആ തടസ്സങ്ങളെ പരിഹരിച്ച് സോൾവ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം? പരിഹാരം കാണണം. ഓക്കെ, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ 3 എണ്ണത്തിന് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും, എന്നിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരും. ആ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ് വൈ പറയുന്ന 2 വേരിയബിൾസ് തന്നിട്ടുണ്ടാവും. ആ 2 വേരിയബിൾസ് നമുക്ക് കിട്ടും. അതും 3 ഇക്വേഷൻ, 3 കൺസ്ട്രെയിൻസ്, നമുക്ക് ഇനിക്വാലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് ഈക്വൽ അല്ല അല്ലെ? നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെ ആവുമ്പോ പറ്റുന്നില്ല, ഈക്വൽ അല്ലല്ലോ. അപ്പൊ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കും. അതിനു മുമ്പ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു 3 മാത്രമേ ഉള്ളൂ ഇവിടെ. കണ്ടോ, ബാക്കിയൊക്കെ വേരിയബിൾസാ. ഇവിടെ മാത്രം 3 ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അതൊരു സുഖലിയ അല്ലെ? അപ്പൊ 3നെ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. -3 ഇങ്ങോട്ട് വന്ന +3 ആവും. ഓക്കെ, അത് കഴിഞ്ഞ് ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ +1 ഇങ്ങോട്ട് വന്ന -1. ഇനി ഇവിടെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതില്ല. കറക്റ്റ് y < 3 എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും അതിനെന്തുണ്ടാവും? ഒരു ഒബ്ജക്റ്റീവ്, അതായത് നമുക്കൊരു ലക്ഷ്യം അല്ലെ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? z = x+y ആണ്. ഇത് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന്റെ മാക്സിമം കാണാൻ. അപ്പൊ കൺസ്ട്രെയിൻസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് സോൾവ് ചെയ്യണം. അത് വെച്ചിട്ട് ആ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന എക്സും വൈയും നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ അതൊക്കെ കിട്ടും. ഇനി ഇതുപോലെ നോൺ നെഗറ്റീവ് ഉണ്ട്. എത്ര മാക്സിമായി ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടൂട്ടോ. അതുപോലെ നോൺ നെഗറ്റീവ്സ്, എക്സും വൈയും ആണ് 2 വേരിയബിൾസേ ഉള്ളൂ. അതിന്റെ നോൺ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 0 നെഗറ്റീവ് അല്ലാത്ത ടേംസ് ഒക്കെ അത് ഉദ്ദേശിച്ചത്. 0 വലിയ ടേംസ് അല്ലെ? എക്സിനും വൈക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കാനാണ് പോകുന്നത്, എന്ത് സംഭവിക്കാനാ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ ഇവിടെ <= ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടു ആക്കുന്നു. ഇവിടെ <= ആണ് അല്ലെ? അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടു ആക്കുന്നു. ഇവിടെ <= ആണ്, അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടു ആക്കുന്നു. അപ്പൊ 3 ഇക്വേഷൻസാ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റി. 3 ഇക്വേഷൻസ് കിട്ടി. ശരിയാണല്ലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് 1 നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് 1ന്റെ കാര്യം മാത്രമാണ് പറയണേ. അപ്പൊ ഫസ്റ്റ് 1ല് നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടി പറയുകയാണ്, റിവേഴ്സ് ചെയ്യാണ്. -3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു.
അപ്പൊ +3 ആയി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈക്വൽ ടു കൊടുത്തു. അപ്പൊ ഇത് ഈക്വൽ ടു ആയപ്പോ ഇനി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഒരു പണിയുമില്ല അല്ലെ. ഇനി ഗ്രാഫ് നോക്കൂ. ഗ്രാഫിൽ ഇവിടെ ഒരു പോയിന്റ്സ് വരും, ഇവിടെയും പോയിന്റ്സ് വരും. ഇങ്ങനെ ലൈൻ വരയ്ക്കാൻ നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ എക്സിനാണ് എന്ത് വാല്യൂസ് ഉള്ളത്. ഇവിടെ y ഉണ്ടോ? ഇല്ല, 0 ആണ് അല്ലെ. ഇവിടെ നോക്കുമ്പോ ഇതില് എക്സിന്റെ വാല്യൂസ് 0 ആയിരിക്കും, y ഇവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ 2 പോയിന്റ്സ് നമ്മൾ കൊടുക്കും. ഏതൊക്കെ പോയിന്റ്സാ കൺസിഡർ ചെയ്യണം? ഏതൊക്കെ പോയിന്റ്സ് കൺസിഡർ ചെയ്യണം? എക്സിന്റെ വാല്യൂ 0 ആവുന്നതും നമ്മൾ കാണണം, വൈന്റെ വാല്യൂ 0 ആവുന്നതും നമ്മൾ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമാണ് എക്സിന്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് y കിട്ടും, വൈയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് എന്ത് കിട്ടും? എക്സും കിട്ടും. ആ രീതിയിലാണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതി. എന്നിട്ട് എക്സിനോട് 0 അല്ലേ, എക്സിന് 0 ആണ്, അതുകൊണ്ട് എക്സ് ഉള്ളിടത്ത് ആര് വരും? 0. y അവിടെ നിൽക്കും കേട്ടോ. ഇവിടെ 0 ആയി, അത് പോയി അല്ലെ, 0 ആണ്, പോയി. അപ്പൊ y ഈക്വൽ ടു എന്ത് കിട്ടി? 3. y ഈക്വൽ ടു 3 എന്ന് കിട്ടി. നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് 3 കിട്ടി, എക്സ് ഈക്വൽ ടു 0 കൊടുത്തപ്പോ. അപ്പൊ y ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ ഈ സെയിം ഇക്വേഷനിൽ തന്നെ കൊടുക്കുക, y ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ പ്ലേസിൽ 0 വരും. അപ്പൊ 2x അല്ലെ, 2x ഈക്വൽ ടു 3 എന്ന് വരും. അപ്പൊ എക്സിനെ ഇവിടെ നിർത്തുക, ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 3/2 എന്ന് കിട്ടും. ശരിയാണല്ലോ, കറക്റ്റ് അല്ലേ? ഇതേപോലെ ഓരോന്നും ചെയ്യാം. ഏത് ആകത്ര ഇനി കൺസ്ട്രെയിൻസ് ഉള്ളൂ 3 അപ്പൊ അതിൽ ഒരെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി സോൾവ് ചെയ്താൽ മതി. മറ്റേത് പിന്നെ y ഈക്വൽ ടു എപ്പോഴും എക്സിന്റെ വാല്യൂ എന്ത് കൊടുത്താലും y ഈക്വൽ ടു എന്തേ വരുള്ളൂ? 3. അപ്പൊ പിന്നെ ആ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഒരെണ്ണം കൂടി ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ എക്സിനെ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. എക്സിനെ നമ്മൾ 0 കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എക്സിന് 0 കൊടുത്താൽ എക്സിലോടത്ത് 0 വരും. അപ്പോ ഇവിടെ നമുക്ക് വരുമ്പോ -2y ഈക്വൽ ടു -1 എന്ന് വരും. ശരി, അപ്പോ y ഈക്വൽ ടു -1 ഇവിടെ ഉണ്ട്, ബൈ -2 ഇങ്ങോട്ട് വന്ന മൈനസും ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ആൻസർ വരും? 1/2. നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടണം കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണേ, എന്നിട്ട് കമന്റ് ചെയ്യുക, എനിക്കത് കിട്ടി സാർ എന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇനി ഇപ്പൊ +2 എത്തിയിട്ടേ ഉള്ളൂ, ഞാൻ പഠിച്ചു തുടങ്ങിയെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ ഞാൻ അത് വെയിറ്റിംഗ് ആണ്, നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. അടുത്തത് y ഈക്വൽ ടു 0 ആണ്. y ഈക്വൽ ടു 0 കൊടുക്കണം അല്ലെ. അപ്പൊ എക്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ, എക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ y ഈക്വൽ ടു 0 കൊടുത്തു. അപ്പൊ അങ്ങനെ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു ഇവിടെ 0 ആവും അല്ലെ. അപ്പൊ എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇവിടെ സോറി 2 ടേബിളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് പറ്റുക അല്ലെ. 2 ടേബിൾ ഉണ്ട്. അതിലൊരു ടേബിൾ നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഗ്രാഫിക്കൽ പ്രസന്റേഷനിലേക്ക് പോകണ്ടേ? ഓക്കെ, ഫീസിബിൾ റീജിയൻ അല്ലേ നമുക്ക് കാണാൻ പറഞ്ഞേ. അപ്പൊ ആദ്യത്തേല് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോണേ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ആദ്യം നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. നോക്കുകയാണെങ്കിൽ എക്സ് നമുക്കറിയാം, ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന് എക്സ് ആക്സിസും ഉണ്ടായിരിക്കും, വൈ ആക്സിസും ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിന്റെ മാക്സിമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 1.5 ആണ്. ഇവിടെ നോക്കിയ -1 ആണ്. അപ്പൊ അതിനെ നോക്കുമ്പോൾ മാക്സിമം എന്ന് പറയണത് 1.5ഉം മിനിമം എന്ന് പറയണത് -1 ആണ്. അപ്പൊ പിന്നെ ഓക്കെ, സെറ്റ്, അത് ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് മിനിമം -1ഉം ഇതൊക്കെ 1 സെന്റിമീറ്റർ ആക്കാനായിട്ട് മെഷർ ചെയ്തിട്ട് വരയ്ക്കാനായിട്ട് നോക്കണേ. ഇതൊക്കെ 1 സെന്റിമീറ്റർ, ഇവിടുന്ന് 1 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യുക 1. ഇത് 0 ആണ്, പിന്നെ 2. ഇത്ര പോയിന്റ്സ് ആയാലും മതി, കാരണം മാക്സിമം എത്രയേ പോവുള്ളൂ? 1.5. അപ്പോൾ 1.5ഉം ഒരു 2ഉം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ, ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ വരുന്ന രീതിയിൽ വരയ്ക്കും.
അത് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് വൈയും കൂടി മാർക്ക് ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ വൈ നോക്കുമ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെ ആണെങ്കിൽ 0.5 ആണ്. അപ്പൊ 0.5 ആണ് ഇതിൽ ലീസ്റ്റ്. അപ്പൊ 0.5 എന്തായാലും ഏതിൽ വരുന്നുണ്ടാവും? നമ്മുടെ 1ന്റെ 0ന്റെ ബിറ്റ്വീൻ ഉണ്ടാവും. ഇനി ഒരു 2 കൊടുക്കാം. 2 ഉണ്ട്, ഏത് വരെ പോവും? 3 വരെ പോകും അല്ലെ. 3 വരെ പോയാൽ മതി, 3 വരെ മാർക്ക് ചെയ്താലും മതി. ഓക്കെ, ശരിയായല്ലോ. 1.5 ഒക്കെ വരുമ്പോൾ നമ്മൾ 2 വരെ ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? ഈ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഈ ഗ്രാഫ് ഞാൻ റഫായിട്ട് വരച്ചിട്ടുള്ള ഗ്രാഫ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് കറക്റ്റ് ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് എക്സിന്റെ വാല്യൂ ഇവിടെ എന്താണ്? 1.5 ആണ്. വൈയുടെ വാല്യൂ 3 ആണ്. ഫസ്റ്റ് ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ് അല്ലേ. ശരി, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ, എക്സ് നമുക്ക് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ 1.5 നന്നായി കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം. അതുപോലെ വൈയുടെ വാല്യൂ എന്ത് വരണം? 3 വരണം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കാം. കണ്ടോ, ഞാൻ ജോയിൻ ചെയ്ത് വരച്ചേക്കണേ, കണ്ടോ നിങ്ങള്? 1ന്റെയും 2ന്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് 1.5 വന്നിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതുവരെ ഓക്കെ ആയിരുന്നു വിചാരിക്കും. ഇനി അടുത്ത ഒരു ഗ്രാഫ്, ഈ സെയിം ഗ്രാഫിൽ തന്നെ അടുത്ത പോയിന്റ്സ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് നോക്കണം. ശരിയല്ലേ? ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട് ഇവിടെ കാണാനുണ്ട്? യെസ്, എക്സ് -1 ആണ്. വൈ എന്ന് പറയുന്നത് 0.5 ആണ്. എക്സ് ഈക്വൽ ടു -1 ആണ്, വൈ ഈക്വൽ ടു 0.5 ആണ്. വൈ ആണ് 0.5. അപ്പൊ വൈന്റെ അവിടെ ഇത് 0.5 ഇതാണ് കേട്ടോ. എന്റെ പോയിന്റ് നമ്മള് എന്റേന്നല്ല എല്ലാവർക്കും വരച്ചു കഴിഞ്ഞാൽ 0.5 കിട്ടും. അത് 1നും 0നും ബിറ്റ്വീൻ ആണ്, 0നും 1നും ബിറ്റ്വീൻ ആണ്. ഓക്കെ, പിന്നെ -1 ഉണ്ട്. -1 പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് അല്ലെ, ഇവിടെയാണ് ആ പോയിന്റ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്ത് വരയ്ക്കുക കേട്ടോ. ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം, ലൈൻ വരയ്ക്കുക. ഒപ്പം തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, അത് ഏത് നമ്മുടെ ഇനീക്വാലിറ്റി ആണെന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ മേലെ എഴുതി വെച്ചോളൂ. ഇപ്പൊ ഇത് ഞാൻ സോൾവ് ചെയ്ത് വന്നപ്പോൾ അത് x-2y ആണ്, രണ്ടാമത്തെ ഇക്വേഷന്റെ ആണ് അല്ലെ. ഇതാവുമ്പോ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തത് ഒന്നാമത്തേന്റെയാണ് കേട്ടോ. അത് കൃത്യമായിട്ട് അതിന്റെ മേലെ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില നേരത്തെ അത് കിട്ടില്ല, മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയാണ്, ഇതിന്റെ ബാക്കി നമ്മൾ പോവുകയാണ്. അപ്പൊ ഈ ഒരു ഗ്രാഫ് ഇതിന്റെ വെച്ചിട്ടും ഇത് വെച്ചിട്ടും നമുക്ക് മാർക്ക് ചെയ്യൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫീസിബിൾ സൊല്യൂഷൻ റീജിയൻ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി കൃത്യമായി കാണണം. ഷെയ്ഡിങ് പോയിന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇനി വരാൻ പോകുന്നു. ഷെയ്ഡിങ്, എവിടെയാണ് ഷെയ്ഡിങ് വരിക ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി മനസ്സിലാക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഒരാളെയും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? വരയ്ക്കാനുണ്ട്. വരച്ചിട്ടില്ലല്ലോ. y=3. അപ്പൊ x=1 കൊടുത്തു വിചാരിക്കുക. x=1 കൊടുത്തു. അപ്പൊ y= തന്നെ വരും 3. x=2 കൊടുത്തു നോക്കിയേ, അപ്പോഴും 3 തന്നെയല്ലേ വരിക. x=3 കൊടുക്കുമ്പോൾ അപ്പോഴും 3 തന്നെ വരുന്നേ. അപ്പോ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ പോകും. അപ്പൊ -1 കൊടുത്താലും എന്തെന്നെ വരുള്ളൂ? 3. ആ ഒരു കാരണം നമ്മൾ പറയുന്ന പോലെ പട്ടിന്ന് കേട്ടിട്ടില്ലേ? പട്ടിക്ക് എത്ര കാലുണ്ട്? പട്ടിക്ക് എത്ര കാലുണ്ട് എന്ന് അറിയില്ലേ? പട്ടിക്ക് എത്ര കാലുണ്ട്? പട്ടിക്ക് 4 കാലാണ്. കൂടുതലൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ അതേപോലെ നമ്മളൊരു കാല് തല്ലി ഒടിഞ്ഞു, അല്ലെങ്കിൽ അറിയാതെ എങ്ങനെയോ തല്ലി. അപ്പൊ തല്ലിപ്പോ ആ കാല് ഒടിഞ്ഞു അല്ലെ, ഒടിഞ്ഞു പോയി, കാലില്ല. അപ്പോഴും പട്ടിക്ക് നമ്മൾക്ക് അറിയില്ലല്ലോ ആ കാല് പോയിട്ടുണ്ട് എന്ന്. പക്ഷെ നമ്മൾ എന്താ പറയുള്ളൂ? പട്ടിക്ക് 4 കാലുണ്ട്, ആ പട്ടിക്ക് 3 കാലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ആ കാല് നഷ്ടപ്പെട്ട പട്ടി അങ്ങനെയൊന്നും പറയില്ല. പട്ടിക്ക് എത്ര കാലുണ്ട് എന്ന് നമ്മൾ പൊതുവെ ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കിയേ, 4 എന്നാ പറയുള്ളൂ. ഓക്കെ. അപ്പൊ ആ കാല് നഷ്ടപ്പെട്ട കഥയൊന്നും ആ നേരത്ത് പറയില്ല. ഓക്കെ, ശരി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് കാര്യത്തിക്ക് പിന്നെയും തിരിച്ചു വരികയാണ്. അപ്പോ എന്താണ് പറഞ്ഞു വന്നിട്ടുള്ളത്? y=x=3 ആണ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രാഫ് ഇവിടെ വരയ്ക്കാനായിട്ട് പറ്റി. സോറി, ആ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റി 2 പോയിന്റ്, ഒരു പോയിന്റിലൂടെ കേട്ടാ.
ശരി ശരി. ഇനി അടുത്ത ലെവലിലേക്ക് പോവാണ്. ഇനി ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് അതിന്റെ ഫീസിബിൾ സൊല്യൂഷൻ, ഫീസിബിൾ റീജിയൻ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഷെയ്ഡിങ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പോയിന്റ് ചൂസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഈ ഒരു ലൈൻ നോക്കുമ്പോ ഇങ്ങോട്ടും ഉണ്ട് കുറെ, അല്ലെ? ഇങ്ങോട്ടും കുറെ പോയിന്റ്സ് നമുക്ക് എടുക്കാം, ഇവിടെ നിന്നും നമുക്ക് കുറെ പോയിന്റ്സ് എടുക്കാൻ പറ്റും. ശരിയല്ലേ? അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സൈഡില് എന്തുണ്ട്? ഒരു 0 കാണാം നിങ്ങൾക്ക്, അല്ലെ? ഇവിടെ ഒരു 0 ഞാനൊരു ഡോട്ട് നല്ല കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 0 അല്ലേ? കാരണം നിങ്ങൾക്കറിയാം സെന്റർ ആണ്, 0 ആണ്. അപ്പൊ അത് 0 ആണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ 0 ഈ പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. ആ പോയിന്റ് എടുത്തിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്? നമ്മുടെ ഫസ്റ്റ് ഇനിക്വാലിറ്റിയിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഇനിക്വാലിറ്റിയിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 2x+y ആണ് നമ്മുടെ ഇനിക്വാലിറ്റി. അതിൽ നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ വാല്യൂം വൈയുടെ വാല്യൂം കൊടുക്കുന്ന നേരത്ത് നമുക്ക് എന്ത് വരും? 0 ≤ 3 എന്ന് വരും. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. 0 ≤ 3 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് എന്താണ്? കറക്റ്റ് ആണ്. 0-നേക്കാൾ വലിയൊരു ടേം 3 തന്നെയാണ്. ഓക്കെ, അത് ട്രൂ ആണ് എന്നാ പറയാ. ഓക്കെ, ട്രൂ അല്ലേ? നമ്മൾ ആ ഒരു ഇനീക്വാലിറ്റി കറക്റ്റ് ആയതുകൊണ്ട് അത് ട്രൂ ആണ്. അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഒരു പോയിന്റ് 0 നമ്മൾ എടുത്തു. ആ 0 ഇനീക്വാലിറ്റിയിൽ കൊടുത്തപ്പോ നമുക്ക് ട്രൂ കിട്ടി എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ശരി, കിട്ടിയോ? പക്ഷെ ഞാൻ കൊടുത്തത് ഏത് പോയിന്റിലേക്കാണ്? ഞാൻ കൊടുത്തത് ഈ ലൈൻ അല്ല, ഈ ലൈനിന്റെ കാര്യമല്ല, ഞാൻ കഥയല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലൈനിന്റെ കഥയാണ്. മറ്റേ ലൈനിൽ നമ്മൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, എന്തായാലും ജസ്റ്റ് ഡിസ്കസ് ചെയ്തതല്ലേ, ആ പോയിന്റിൽ എന്താ ചെയ്യാൻ സംഭവിക്കാൻ നോക്കാം. അത് 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതാ എടുക്കണു. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് നോക്കാം. അപ്പൊ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? 0 എന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാനായിട്ട് പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രൂ ആണെങ്കിൽ അത് വരയ്ക്കാൻ പറ്റും, ട്രൂ അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കാം. അപ്പൊ ആദ്യം 0 കൊടുക്കും. 0 ≤ -1 എന്നാ വരിക. അപ്പൊ നമുക്ക് ഉറപ്പാണ് 0 ആണ് ഇതിൽ വലുത്, -1 അല്ലല്ലോ, അല്ല. അപ്പൊ ഇത് ഫോൾസ് ആണ് അല്ലെ? ഫോൾസ്, തെറ്റ്. അപ്പോ ഫോൾസ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. നമ്മൾക്ക് എവിടേക്ക് വരയ്ക്കണം? മുകളിലേക്ക്. അപ്പൊ ഇതൊക്കെ ശരി തന്നെയല്ലേ? നമുക്ക് നോക്കാം നമ്മൾ വരച്ചത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഫിഗർ നോക്കൂ. ആദ്യം ഈ ലൈൻ നമ്മൾ എടുത്തു, ഒരു പോയിന്റ് 0 നമ്മൾ എടുത്തു. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഏത് പോയിന്റ് വേണമെങ്കിലും എടുത്തോളൂ നിങ്ങൾക്ക്. ഇതപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ വരത്തു. ഇതാ ഈ പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ 1 0 ആണ്, എടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഈ പോയിന്റ് എടുത്തു. ഇത് 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറ്റി? മുകളിലേക്ക് വരയ്ക്കാൻ പറ്റി, അല്ലേ? ഇതേപോലെ ഈ ഒരു ലൈൻ എടുത്ത്, ഈ ലൈൻ എന്ന് പറയുമ്പോൾ ഇതല്ലേ, 0 കൊടുക്കുകയാണെങ്കിൽ അത് ട്രൂ ആ വന്നേ. അപ്പൊ ട്രൂ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് 0 ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ താഴത്തോട്ട്, അല്ലെ? ഓക്കെ, കണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരവസ്ഥ തോന്നുന്നുണ്ടോ? ആ പിക്ചർ എന്റെ കറക്റ്റ് ഞാൻ പാൻ കൊണ്ട് വരച്ചിട്ടുള്ള പിക്ചർ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കൂ. എന്നിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുകളിലേക്ക് വരച്ചു, അങ്ങോട്ട് സൈഡിലേക്ക്, മീൻസ് ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇവിടെയാണ് പോയിന്റ്. ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ വരച്ചു. ഇനി ഒരാളെ കൂടി വരയ്ക്കാനുണ്ട്, അല്ലേ? അതാരാണത്? y ≤ 3. അത് ട്രൂ ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരയ്ക്കും. ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ കോമൺ ആയിട്ട് കടന്നു പോകുന്ന ഒരു പോയിന്റ്, ഒരു റീജിയൻ ഉണ്ടാവും, അല്ലെ? അത് എവിടെയാണ്? ഇതിലില്ല, ഇവിടെയും ഇല്ല. എവിടെ ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഒന്നും കാണാനില്ല. അത് പോസിറ്റീവ് റീജിയനും കൂടി ആവണേ. അപ്പൊ ഏതാണത്? ഇതേ ആവുള്ളൂ. കാരണം ഇനി ഇവിടെയും കൂടി വരയ്ക്കുമല്ലോ നമ്മള്. അപ്പൊ അതും ഇതിൽ കൂടെ കടന്നു പോവും. ഈ റീജിയൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള
റീജിയനിലൂടെ കടന്നു പോവും. നോക്കാം, കടന്നു പോവും, കറക്റ്റായിട്ട് പോവും. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് കിട്ടിയത്? ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ്. 3 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. ആദ്യത്തെ പോയിന്റിന് എ എന്ന് കൊടുക്കാം, രണ്ടാമത്തത് ബി, പിന്നെ സി. അങ്ങനെ നമ്മൾ പേരൊക്കെ ഇട്ട് കൊടുത്തു. നല്ല പേരല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എയും ബിയും സിയും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിൽ കാണുന്നത്, എക്സ് ആക്സിസ് അവിടെ 0 ആണ്. അപ്പൊ 0, 3 അല്ലേ? 3 എന്ന് പറയുന്ന പോയിന്റിലല്ലേ മാർക്ക് ചെയ്തേക്കുന്നേ? ഉറപ്പല്ലേ? ഇതാണ് ഇങ്ങനെ, ഇത് 3-ലല്ലേ നമ്മൾ എടുക്കുന്നത്? 0, 3 ആണ്, 3 ആണ് കേട്ടത്. ഓക്കെ, അപ്പൊ ആ ഗ്രാഫ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആ പോയിന്റ് എനിക്ക് കിട്ടി. ഇനി ബി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബി നമുക്ക് കിട്ടില്ലേ? ഇത് 0 ആണ്, ഇത് 1 ആണ് അല്ലെ? ഇതിന് ബിറ്റ്വീൻ ആയിട്ടായിരുന്നു ആരുള്ളത്? ബി. അപ്പൊ 0, 1/2 അതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇയാളെ എനിക്ക് അറിയില്ലല്ലോ, ഇത് നമുക്ക് അറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കും? ആ 2 ലൈൻ ഇന്റർസെക്ട് ചെയ്തേക്കാണ് അല്ലെ? ഏതൊക്കെയാണത്? ഒന്ന് ഇയാള് 2x + y <= 3. അപ്പൊ <= 3 എന്നുള്ളത് മാറ്റം ഈക്വൽ ടു ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് എളുപ്പത്തിന് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. മറ്റേ ഇതേപോലെ ഇത് ഇൻഇക്വാലിറ്റി തന്നെയാണ്, നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? -1 എന്ന് പറയുന്നത് =<= x - 2y <= -1 എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്യും. നമ്മൾ 10th ചെയ്യുന്ന അതേ സെയിം, 10th ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു? 2x + y = 3 എന്ന് എഴുതും. അതുപോലെ x - 2y = -1 എന്ന് എഴുതും. ഇതിൽ എക്സും അറിയില്ല, വൈയും നമുക്ക് അറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്തു? y അങ്ങ് കണ്ടുപിടിക്കും. കണ്ടോ, ഞാനിവിടെ ഈ ലാസ്റ്റ് ബോട്ടത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം y, ഈ 2x-നെ ഇങ്ങോട്ട് കൊണ്ടുവരും. y = എന്ത് കിട്ടും? 3 - 2x എന്ന് കിട്ടും. അപ്പൊ y കിട്ടി. ഈ 5 ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കും. ആ 2 ഇക്വേഷനെ ഇപ്പൊ സോൾവ് ചെയ്യാനുള്ളൂ. ആ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കും. ഇതുവരെ കഥ ഓക്കെയാണോ? ഈ കഥ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ കഥയെ ബാക്കി പറഞ്ഞുതരാം. y = 3 - 2x എന്ന് കിട്ടി. അത് ഞാൻ എന്ത് ചെയ്തു? ഈ ഇക്വേഷനിൽ കൊടുക്കും. ഏത് ഇക്വേഷനില്? ഈ ഇക്വേഷനിൽ കൊടുക്കും. അപ്പോ x - 2 × 3 - 2x എന്ന് വരും. കാരണം y എന്താണ്? 3 - 2x എന്നാണ്, = -1. ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്ത് ചെയ്തു? x - ഈ 2-ന് ജമ്പിപ്പിക്കുക. അപ്പൊ എന്ത് വരും? 2 × 3 6, 2 × 2 2 × 2 എന്താ? 4. പക്ഷെ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. അപ്പൊ വെറും 4 എന്ന് തന്നെ വരുള്ളൂ. ഒരു എക്സും കൂടി ഇല്ലേ? x 4x. ഇത് മനസ്സിലാവാത്തവര് ഒന്ന് ബാക്കിക്ക് എടുത്തിട്ട് കാണാട്ടാ. മനസ്സിലാവാത്തവര് ഒന്ന് ബാക്കിക്ക് എടുത്തിട്ട് കാണണം. = -1. ഇതിന്റെ ബാക്കിയുള്ളത് ഞാൻ അവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതുവരെ ഇത് കഴിഞ്ഞു. ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഇനി x -6 + 4, ഇത് 6 ഉണ്ട് ഇവിടെ. 4x = -1 എന്ന് വന്നു. ഇതുവരെ നമ്മൾ ചെയ്തു. ഇനി ഇവിടെ നമ്പർ ഇവിടെ ഉണ്ട്, ഒരു നമ്പർ ഇവിടെ നമ്മൾ നമ്പർ ഉണ്ട്. ഈ നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. എന്നിട്ട് എക്സുകളെ തന്നെ പ്ലസ് ചെയ്യാം. ഇവിടെ ഒരു മിഠായി ഉണ്ട്, ഇവിടെ 4 മിഠായി ഉണ്ട്. ഒരു മിഠായും 4 മിഠായും കൂട്ടിക്കഴിഞ്ഞാൽ 5 മിഠായി എന്ന് കിട്ടും. ഇനി ഇവിടെ -1 ഉണ്ട്, ഇയാൾ ഇങ്ങോട്ട് വന്ന +6 ആവും. 5 മിഠായി = 5 എന്ന് തന്നെ വരും അല്ലെ? 6-ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 5. x = 5/5. 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ 1. അപ്പൊ എനിക്ക് x കിട്ടി. എക്സിന്റെ വാല്യൂ 1. ഈ x ഞാൻ ഇതുപോലെ കൊടുക്കാം. ഏതില്? എക്സിന്റെ പ്ലേസിൽ കൊടുക്കാറുണ്ടോ? എക്സിന്റെ പ്ലേസിൽ കൊടുത്തു നോക്കി. അപ്പൊ y = എനിക്ക് എന്താണ് എഴുതിച്ചിട്ടുണ്ട്? 3 - 2x ആണ് എഴുതിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് x കിട്ടിക്കഴിഞ്ഞു. ആ എക്സിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 ഉണ്ട്, -2 ഉണ്ട്. 3 - 2 എന്ന് പറയുമ്പോൾ 1. അപ്പൊ y എന്ത് തന്നെ വന്നു?
1 തന്നെ. അപ്പൊ 3 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്തു അങ്ങ് കിട്ടി കേട്ടോ. അത് ഞാൻ പറഞ്ഞു വന്നേ 3 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. സി ആണ് എനിക്ക് കിട്ടാതുണ്ടായിരുന്നെ, ആ സിയും കിട്ടി. ക്ലൈമാക്സ് പറയാൻ പോവാണ്. അപ്പൊ ഈ 3 പോയിന്റ്സും z ഈക്വൽ ടു x+y എന്ന് പറയുന്ന എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക z ഈക്വൽ ടു x+y. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് x+y കിട്ടും. x+y എന്താ 0 3 അല്ലെ, 0+3. x ഇവിടെ 0, y ഇവിടെ 3. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 1/2, 0 ഉണ്ട് 1/2 ഉണ്ട്, 0 1/2 പ്ലസ് ചെയ്താൽ 1/2 എന്ന് കിട്ടും. ഇത് 3 എന്നല്ല കിട്ടുക. ഇനി ഇവിടെ 1 പിന്നെയും 1, എക്സും 1 വൈയും 1, അപ്പൊ പ്ലസ് ചെയ്ത 2 അല്ലേ കിട്ടുക. അപ്പൊ ഇതിൽ ഏതാ മാക്സിമം? ഹാഫ് എന്തായാലും അല്ല, അപ്പൊ ഇതല്ല. 3 ആണോ 2 ആണോ? ആഹാ അതറിയില്ല. 2 അല്ലേ? അല്ല അല്ലെ, 3. അപ്പൊ 3 ആണ് എന്ത് മാക്സിമം. അപ്പൊ സെറ്റ് അറ്റൈൻ ഇസ് എ മാക്സിമം. മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് ഏത് പോയിന്റിലാ? യെസ്, എ എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചു, അതിന് ഒരു കോർണർ പോയിന്റ്സ് ABC നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സബ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലെ മാക്സിമം കാണാനായിരുന്നു. അപ്പൊ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് 6 മാർക്ക്. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.